ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകളാണ്. വിത്ത്, ഫ്രം, ടു, അറ്റ്, ഇൻ, ഓൺ, എബൌട്ട് ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണുന്നത്. ഇവയെ പ്രിപ്പോസിഷൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ആ വാക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഉപയോഗം അറിഞ്ഞിരിക്കണം. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് വിത്ത് എന്ന വാക്കിന്റെ ഉപയോഗമാണ്. ഇതിന് പ്രധാനമായിട്ടും രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് കൂടെ, മിക്കവർക്കും തന്നെ ഇത് അറിയാമായിരിക്കും. രണ്ടാമത്തേത് കൊണ്ട്, കൂടെ, കൊണ്ട്. ഇവയുടെ ഉപയോഗം നമുക്കൊന്ന് നോക്കാം. ഹി കെയിം, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവൻ വന്നു. വിത്ത് ഹിസ് പാരൻസ്, വിത്ത് ഹിസ് പാരൻസ്, അവന്റെ മാതാപിതാക്കളോട് കൂടെ അവൻ വന്നു. അവന്റെ മാതാപിതാക്കളുടെ കൂടെ അവൻ വന്നു. കൂടെ, ആ വാക്ക് മലയാളത്തിൽ പറയുന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് വിത്ത് എന്ന വാക്കാണ്. ഓക്കെ, മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും, എങ്കിലും നമ്മളത് കാണുകയാണ്. അതുപോലെ ഈ വാക്കുകൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, എങ്കിലും നമ്മൾ ഒന്നുകൂടി കാണുന്നു. വിത്ത് മീ, എന്റെ കൂടെ. വിത്ത് മീ എന്ന് പറയുമ്പോൾ എന്റെ കൂടെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്റെ എന്നുള്ളതിന് ഇംഗ്ലീഷിലെ വാക്ക് മൈ എന്നുള്ളതാണ്. മീ അല്ല, മൈ ആണ്. മീ എന്നതിന്റെ അർത്ഥം എന്നെ എന്നുള്ളതാണ്. പക്ഷേ വിത്ത് മൈ എന്ന് പറയില്ല, വിത്ത് മീ. വിത്ത് മീ, എന്റെ കൂടെ. വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ. ഇവിടെയും ഞങ്ങളുടെ എന്നതിന് വാക്ക് അസ് അല്ല. അസ് എന്ന് പറയുന്നത് ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ, നമ്മെ എന്നൊക്കെ പറയുന്നതാണ്. ഞങ്ങളുടെ എന്നതിന് അവർ എന്നുള്ളതാണ്. പക്ഷെ വിത്ത് അസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ. വിത്ത് യു, നിന്റെ. നിന്റെ എന്നതിന് വാക്ക് യുവർ നമുക്കറിയാം, പക്ഷെ വിത്ത് യു എന്നാണ് പറയുക. അതുപോലെ ഇവിടെ വിത്ത് ഹിം, അവന്റെ കൂടെ. വിത്ത് ഹിസ് എന്നല്ല പറയുക, വിത്ത് ഹിം, അവന്റെ കൂടെ. ചിലർക്ക് സംശയം ഉണ്ടാകാം, ഇവിടെ വിത്ത് ഹിസ് എന്നുള്ളതാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഹിസ്, അവന്റെ കൂടെ എന്നുള്ള അർത്ഥത്തിലല്ല, പാരൻസിന്റെ കൂടെ, മാതാപിതാക്കളുടെ കൂടെയാണ്, അവന്റെ കൂടെയല്ല. അതുകൊണ്ടാണ് വിത്ത് ഹിസ് പാരൻസ്, അവന്റെ മാതാപിതാക്കളുടെ കൂടെ. ഇവിടെ വിത്ത് ഹിം എന്ന് പറയുമ്പോൾ അവന്റെ കൂടെയാണ്. ഇവിടെ വിത്ത് ഹിസ് പാരൻസ്, പാരൻസിന്റെ കൂടെയാണ്. ആരുടെ പാരൻസ്? ഹിസ് പാരൻസ്. അതുകൊണ്ടാണ് അവിടെ ഹിസ് വെച്ചിരിക്കുന്നത്. വിത്ത് ഹെർ, അവളുടെ കൂടെ. അവളെ എന്നതിനും അവളുടെ എന്നതിനും ഇംഗ്ലീഷിലെ ഹെർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. അവളെ എന്ന് പറയുന്ന ഹെർ ആണ് ഇത്. ഓക്കെ. വിത്ത് ദം, അവരുടെ കൂടെ. വിത്ത് ദയർ എന്നല്ല, വിത്ത് ദം എന്ന് പറയുക, അവരുടെ കൂടെ. അതുപോലെ വിത്ത് രാജു, രാജുവിന്റെ കൂടെ. വിത്ത് സീത, സീതയുടെ കൂടെ. ആ രീതിയിൽ നമ്മൾ കാണണം. ഇവിടെ നാം കാണുന്നത് വിത്ത് എന്ന വാക്ക് കൂടെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഹി കെയിം വിത്ത് മീ, അവൻ എന്റെ കൂടെ വന്നു. ഹി കെയിം വിത്ത് അസ്, അവൻ ഞങ്ങളുടെ കൂടെ വന്നു. ആ രീതിയിൽ ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വാചകം മറ്റു രീതിയിൽ നമ്മൾ പഠിച്ചതെല്ലാം ഉപയോഗിച്ച് നോക്കണം. ഹി ഷുഡ് കം വിത്ത് മീ, ഹി ഷുഡ് കം വിത്ത് മീ, അവൻ എന്റെ കൂടെ വരണം. ഹി ക്യാൻ കം വിത്ത് മീ, അവൻ എന്റെ കൂടെ വരാൻ പറ്റും. ഹി കുഡ് കം വിത്ത് മീ, അവൻ എന്റെ കൂടെ വരാൻ കഴിഞ്ഞു. ഹി കംസ് വിത്ത് മീ, അവൻ എന്റെ കൂടെ വരാറുണ്ട്. ഹി കെയിം, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഹി വിൽ കം വിത്ത് മീ, അവൻ എന്റെ കൂടെ വരും. ഹി ഈസ് കമ്മിങ് വിത്ത് മീ, അവൻ എന്റെ കൂടെ വരികയാണ്. അവയും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. മുൻപ് പഠിച്ചത് നമുക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഇതിന്റെ ഉപയോഗവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി വിത്തിന്റെ രണ്ടാമത്തെ പ്രധാന ഉപയോഗമാണ് കൊണ്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഐ വിൽ കട്ട് ദ കേക്ക് വിത്ത് എ നൈഫ്. ഐ വിൽ കട്ട് ദ കേക്ക്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഐ വിൽ കട്ട് ദ കേക്ക്, കേക്ക് ഞാൻ മുറിക്കും. വിത്ത് എ നൈഫ്, ഒരു കത്തി കൊണ്ട്. ഒരു കത്തി കൊണ്ട്. വിത്ത് എ നൈഫ്. ഇത് നൈഫ് എന്നാണ് ഉച്ചരിക്കുക. കെ സൈലന്റ് ആണ്, കെ ഉച്ചരിക്കില്ല. ഇംഗ്ലീഷിലെ ഒരു നിയമമാണ്, എൻ എന്ന അക്ഷരത്തിന് മുൻപ് കെ എന്ന അക്ഷരം സൈലന്റ് ആയിരിക്കും, അത് ഉച്ചരിക്കില്ല. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഈ വാചകം കാണുകയാണ്. ഐ വിൽ കട്ട് ദ കേക്ക് വിത്ത് എ നൈഫ്, ഒരു കത്തി കൊണ്ട് ഞാൻ കേക്ക് മുറിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു കത്തി കൊണ്ട് കേക്ക് മുറിക്കും. നമുക്ക് മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ഇടാം.
ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ അതിന് പരിമിതികളുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് പ്രത്യേകം സൂക്ഷിക്കുക. ഇവിടെയും നമുക്ക് മറ്റു വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഐ വിൽ കട്ട് ദ ട്രീ വിത്ത് ആൻ ആക്സ്. ഐ വിൽ കട്ട് ദ ട്രീ വിത്ത് ആൻ ആക്സ്. കോടാലി കൊണ്ട് ഞാൻ മരം മുറിക്കും. വിത്ത് ആൻ ആക്സ്, കോടാലി കൊണ്ട്. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെയും മറ്റു സബ്ജക്റ്റ് ഒക്കെ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മുൻപ് പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം ഇതുപോലെ വാക്കുകളൊക്കെ മാറ്റി വയ്ക്കുക. വിത്ത് ആൻ ആക്സ്, കോടാലി കൊണ്ട്. വിത്ത് ഫയർ, ഞാൻ അത് തീ കൊണ്ട് കത്തിക്കും. ഐ വിൽ ബേൺ ഇറ്റ് വിത്ത് ഫയർ. ഐ വിൽ ബേൺ ഇറ്റ് വിത്ത് ഫയർ. ഓക്കെ, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് ഈ ക്ലാസ്സിൽ നാം കണ്ടത് വിത്ത് എന്ന വാക്കിന്റെ ഉപയോഗമാണ്. പ്രധാനമായിട്ടും രണ്ട് ഉപയോഗങ്ങൾ. മലയാളത്തിൽ കൂടെ എന്ന് പറയുന്നത്, കൊണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നതിന് വിത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ കാണുകയുണ്ടായി. പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സംസാരിക്കുമ്പോഴും ഒഴുക്കോടെ വരികയുള്ളൂ. പ്രാക്ടീസ് ചെയ്യണം. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കണം. 4 ഫോംസ് പഠിക്കണം. അതുപോലെ പുതിയ വെർബ്സ് പഠിക്കുക. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ നിർബന്ധമായിട്ട് പഠിക്കാൻ നോക്കണം. അർത്ഥം, ഉച്ചാരണം ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒഴുക്കോടെ ഭയം കൂടാതെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ലധികം വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ
ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 14ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളുടെ ധാരാളം ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Do, did, done, fall, fell, fallen, forget, forgot, forgotten, give, gave, given, forgive, forgave, forgiven, go, went, gone, hide, hid, hidden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഈ 7 വെർബുകളും മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രിഫർ, പ്രിഫേർഡ്, പ്രിഫേർഡ്, പുഷ്, പുഷ്ഡ്, പുഷ്ഡ്, റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, റിയലൈസ്, റിയലൈസ്ഡ്, റിയലൈസ്ഡ്, റിമെയിൻ, റിമെയിൻഡ്, റിമെയിൻഡ്, റിലാക്സ്, റിലാക്സ്ഡ്, റിലാക്സ്ഡ്, റെസ്ക്യൂ, റെസ്ക്യൂഡ്, റെസ്ക്യൂഡ്, remove, removed, removed, rinse, rinsed, rinsed, risk, risked, risked, ruin, ruined, ruined, shiver, shivered, shivered, slow, slowed, slowed, smell, smelled, smelled. സ്മെൽറ്റ്, സ്മെൽറ്റ് എന്നും കൂടി അതിന് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. stir, stirred, stirred, train, trained, trained, trust, trusted, trusted, twist, twisted, twisted, whip, whipped, whipped, yarn, yarned, yarned, yell, yelled, yelled, support, supported, supported. അപ്പൊ ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില വെർബുകൾ പ്രസന്റ് ഫോമിൽ സിംഗുലർ എഴുതുമ്പോൾ ഐ ഇ എസ് നോ അല്ലെങ്കിൽ ഇ എസ് നോ ഒക്കെ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഡു, ഡസ് അല്ലെ, ഇ എസ് നേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. ചില വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ.